നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഉല്ലാസപ്പൂക്കൾ വിടരുന്ന വസന്തകാലത്തിലെ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. ഇണക്കവും പിണക്കവും സന്തോഷവും ദുഃഖവും മാറി മറിയുന്ന കൂട്ടുകാരുടെ ജീവിതത്തിലൂടെ കാട്ടിലേക്കൊരു യാത്ര. കാണാം കാട്ടിലെ കൂട്ടുകാർ. എന്തുമാത്രം ചവറ! അടിച്ചിട്ട് നീങ്ങുന്നില്ല. ഇനി വടിയെടുത്ത് അടിച്ചു നോക്കട്ടെ. അല്ല, വല്ല പാമ്പോ തേളോ ഒക്കെ കടിച്ച എന്താ ചെയ്യാ? ആരോട് പറയാനാ? കൊള്ളാമല്ലോ, സാറോ? വഴി വൃത്തിയാക്കുകയാണ്. അതെ അതെ, ഇന്നലെ ഈ വഴിക്ക് പോയ മൈലമ്മൂമ്മയെ പഴുതാന കടിച്ചു സാറേ. എന്നാ പിന്നെ ഈ വഴി വൃത്തിയാക്കിയിട്ട് മതി ബാക്കി കാര്യമൊന്നും തോന്നി. അതുകൊണ്ടാ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച്. അത് നല്ലതല്ലേ? നല്ല കാര്യം മോട്ടു. ചുറ്റുപാടുകൾ വൃത്തിയാക്കുന്നതിലൂടെ ഒരു വൃത്തിയുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയുന്നു. രാത്രിയൊക്കെ പല ആളുകളും യാത്ര ചെയ്യുന്ന വഴിയല്ലേ? നേരാ മോട്ടു. നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ വൻ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തും. ശരിയാ. എന്താ മോട്ടു കളിക്കാൻ വരുന്നില്ലേ? മോട്ടു ഒരു നല്ല കാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? മക്കളെ, നമ്മുടെ വിലപ്പെട്ട സമയത്തിന്റെ ഒരു ചെറിയ പങ്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതെല്ലാ കാലത്തും ഓർക്കപ്പെടും. പീലി, നിങ്ങൾ പൊക്കോ, ഞാനിന്ന് വരുന്നില്ല കേട്ടോ. എന്താ, നിങ്ങൾ കളിക്കാൻ പോകുന്നില്ലേ? അത് പിന്നെ എന്താ, നിങ്ങൾക്ക് മോട്ടുവിനൊപ്പം കൂടണോ? ദേ, നിങ്ങളുടെ മനസ്സിൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. ഞങ്ങൾ ഇന്ന് മോട്ടുവിനൊപ്പം കൂടും. വളരെ നല്ലത്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട കഥ. അതുവരെ നിങ്ങളുടെ കൂടെ ഈ വഴി വൃത്തിയാക്കാൻ ഞാനുമുണ്ട്. ശീലമില്ലാത്ത കാര്യങ്ങളല്ലേ? എടുക്കൂ. നോക്കി നിൽക്കാതെ മോട്ടു, മിഠായില്ലേ, വാരി വാരി എടുക്കൂ. അങ്ങനെ. ഈ മധുരം നിങ്ങൾക്ക് എന്തിനാണെന്ന് മനസ്സിലായോ? ഇത് എന്റെ ഒരു സമ്മാനമാണ്. സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് ചെയ്ത നല്ല പ്രവർത്തിക്ക്. അപ്പൊ സാറേ, കഥയോ? ഓ ശരി, എങ്കിൽ തുടങ്ങാം. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസത്തെ പറ്റി മക്കൾ കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് നടന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ക്ഷമയോടെ കേട്ടിരിക്കുന്നത്. പണ്ട് തേനിമലക്കാട്ടിൽ ഒരു ഗുരുവും കുറെ ശിഷ്യന്മാരും താമസിച്ചിരുന്നു. വിദ്യാഭ്യാസ കാലാവധി പൂർത്തിയാക്കിയ ശിഷ്യന്മാരെ ഗുരുവിന്
വളരെ ഇഷ്ടമായിരുന്നു. അവരെന്തുമാത്രം വിദ്യാഭ്യാസം നേടിയെന്ന് ഒരു പരീക്ഷണം നടത്തി തെളിയിക്കാൻ ഗുരു തീരുമാനിച്ചു. മക്കളെ, അങ്ങനെ നിങ്ങളുടെ ഗുരുകുല വിദ്യാഭ്യാസം അവസാനിക്കുകയാ. ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ പരീക്ഷണത്തിന്റെ നാളുകളായിരിക്കും. നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്നും കിട്ടിയ വിദ്യകൾ എത്രമാത്രമാണെന്ന് അറിയാൻ ഞാനൊരു പരീക്ഷണം നടത്തുകയാ. നിങ്ങൾ 3 പേരും ഓരോ വഴിക്ക് സഞ്ചരിക്കുക. ഞാൻ പറയുന്ന ഒരു സ്ഥലത്തെത്തുക. അവിടെ എത്തി അവിടെ നിന്നും ആദ്യം തിരിച്ചെത്തുന്ന ആൾ ഈ പരീക്ഷയിൽ വിജയിക്കും. ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു കഠിനമായി എന്തെങ്കിലും ആയിരിക്കുമെന്ന്. നിങ്ങൾ പരസ്പരം സംസാരിക്കാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ നിങ്ങൾ പോകുന്ന വഴിയിൽ പല മാർഗതടസ്സങ്ങളും കാണും. അവയൊക്കെ തരണം ചെയ്ത് വേണം ഇവിടെ തിരിച്ചെത്താൻ. അതൊന്നും എനിക്ക് വിഷയമില്ലെന്ന്. എനിക്കും അതെ. മാർഗതടസ്സം തരണം ചെയ്യുന്നവരായിരിക്കും വിജയിക്കുക, അല്ലേ? എങ്കിൽ പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളുക. ശരി ഗുരു. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, മാർഗതടസ്സങ്ങൾ തരണം ചെയ്ത് എത്തുന്ന ഒരാൾക്കേ വിജയിക്കാൻ കഴിയൂ. പുറപ്പെടുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈശ്വര, പിതാ പുത്ര പവിത്രാത്മാ, ത്വനാമം നമോസ്തുതേ. ഞാൻ ഏറ്റവും മുമ്പിലാണല്ലോ. ഞാൻ തന്നെയാണ് യഥാർത്ഥ ശിഷ്യൻ. എന്റെ വെല്ലാൻ ആർക്കും കഴിയില്ല. അമ്മോ ഈശ്വര. ഗുരു പറഞ്ഞത് അപ്പടി ശരിയായല്ലോ. ഇതിപ്പോ എങ്ങനെ മറികടക്കും? എന്തെങ്കിലും മാർഗം കണ്ടെത്തിയേ പറ്റൂ. ഞാൻ എന്തൊരു മണ്ടന! എന്തത്ര ആലോചിക്കാൻ? ഇത് സിമ്പിളായിട്ട് ചാടി കിടക്കാവുന്നതല്ലേ ഉള്ളൂ. ദാ പിടിച്ചോ. ദേ ടാങ് ടാങ് ട്രിക്കടോ. ഞാനാണ് യഥാർത്ഥ വിജയി. ഞാൻ ആദ്യമെത്തും. ഈ പപ്പീസ്, എന്ത് പോക്ക് ഈ പപ്പീസ് പോയത്? ഒന്ന് കാണാൻ പോലും കിട്ടണില്ലല്ലോ. ഇതിപ്പോ ഭയങ്കര ക്രിട്ടിസായി പോയല്ലോ. ഗുരു പറഞ്ഞത് ശരിയായിട്ടാ. വഴി മൊത്തം മാർഗ തടസ്സം. ഇനിയിപ്പോ ഇതെങ്ങനെയാ തരണം ചെയ്യാ? പപ്പീസ് ഇതിപ്പോ എങ്ങനെ മറികടന്നു? ഷെടാർക്കറിയപ്പത്. മണ്ടം പപ്പീസ്. ചിലപ്പോഴേ വഴി മാറിപ്പോയി കാണും. എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാനിത് മറികടന്നാൽ ഞാൻ ഒന്നാമൻ. റെഡി? 1 2 3. അമ്മോ, എന്റെ നട്ടു. ഇനിയിപ്പോ പുറകിൽ വരുന്ന മണ്ടും കോവറ് എന്ത് ചെയ്യുമോ ആവോ. കാണാം. ദൈവമേ, കൂട്ടുകാരൊക്കെ ഒരുപാട് ദൂരം കഴിഞ്ഞു കാണും. ഇതെന്താ ഇത്? ഈശ്വര, ഗുരുവിന്റെ പരീക്ഷണം, വഴിയിൽ മാർഗതടസ്സം. മറ്റുള്ളവർ ഇതെങ്ങനെ തരണം ചെയ്തു? വേണമെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ഇതിനെ മറികടക്കാം. അതുമല്ലെങ്കിൽ ഈ തടസ്സം ചാടിക്കടന്നു പോകാം.
രണ്ടും ചെയ്യുന്നത് ശരിയല്ല. കാരണം എൻ്റെ പുറകെ വരുന്നവർ ഈ തടസ്സത്തിൽ തട്ടി വീഴരുത്. ഈ മാർഗ തടസ്സം എടുത്തു മാറ്റാം. ഇനി വരുന്നവർക്കൊരു ഉപകാരമാകട്ടെ. എൻ്റെ അമ്മോ, ഇതൊന്ന് മാറ്റി കിട്ടിയാ മതിയായിരുന്നു. ദൈവമേ, അങ്ങനെ അങ്ങനെ നീങ്ങട്ടെ, അങ്ങനെ നീങ്ങട്ടെ. ഹോ, എന്തൊരു കഷ്ടമാ. ആ കോവർ ചേട്ടൻ തടസ്സം മാറ്റാൻ പോയത് കാരണം വൈകി കാണും. അതെ അതെ, കോവർ ചേട്ടൻ അത് ചാടി കടന്നു പോയാ മതിയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ വഴി മാറി പോയാ മതിയായിരുന്നു. ആ മക്കളെ, നിങ്ങൾ വിഷമിക്കാതെ കഥ മുഴുവൻ കേൾക്കൂ. അങ്ങനെ ശിഷ്യർ ഓരോരുത്തരായി തിരിച്ചു വന്ന് ഗുരുവിന്റെ അടുത്തെത്തി. ആദ്യം പപ്പീസ്, പിന്നീട് ഗംഭീർ, അവസാനം വളരെ വൈകി കോവർ കഴുതിയും. കഷ്ടമുണ്ട് കോവർ ചേട്ടന്റെ കാര്യം. അതെ അതെ. അങ്ങനെ ഗുരു പരീക്ഷണത്തിൽ വിജയിച്ച ആളെ പ്രഖ്യാപിച്ചു. പിന്നെ പപ്പീസ് അല്ലേ ആദ്യം എത്തിയത്? പപ്പീസ് തന്നെ. പപ്പീസ് അല്ല, യഥാർത്ഥ വിജയി ആരാണെന്ന് നമുക്ക് തുടർന്ന് കാണാം. എന്റെ ഈ പരീക്ഷയിൽ വിജയിച്ചത് കോവറാണ്. ഗുരു, ഞാനല്ലേ ആദ്യം എത്തിയത്? പപ്പീസാണ് ആദ്യം എത്തിയത്, പക്ഷേ നേരായ മാർഗത്തിലൂടെയല്ല. എന്ന് പറഞ്ഞാ ഞാൻ നിങ്ങളെ പരീക്ഷിച്ചത് പഠനത്തിലൂടെ നിങ്ങൾ എന്തുമാത്രം നന്മ നേടി എന്നറിയാനാ. നമ്മളത് അറിഞ്ഞില്ലട്ടാ. മറ്റുള്ളവർക്ക് മാർഗതടസ്സമായി നിന്ന ആ മരം നിങ്ങൾ കുതന്ത്രത്തിലൂടെ മറികടന്നു. പക്ഷേ കോവർ അത് മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി അത് എടുത്തു മാറ്റി മാർഗദീപം തെളിയിച്ചു. എനിക്കത് തോന്നി. ഇവിടെയാണ് കോവർ വിജയിച്ചത്. യഥാർത്ഥ വിജയം ഇതായിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ കഴിയുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അത് ശരിയാ, കഥ കലക്കി. മക്കളെ, നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയുമായി ഈ കഥ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളാണ് യഥാർത്ഥത്തിൽ വഴികാട്ടികൾ, മറ്റുള്ളവരെ സഹായിക്കുന്ന, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന യഥാർത്ഥ ദൈവപുത്രന്മാർ. മനസ്സിലായി സാറേ. ഈ ഒരു ദിവസം നിങ്ങൾക്ക് കളിക്കാതെ നഷ്ടപ്പെട്ടതിൽ വിഷമമുണ്ടോ? ഇല്ല സാർ, ഒരിക്കലും ഇല്ല. ഞങ്ങൾ സന്തോഷത്തിലാണ് സാർ. വെരി ഗുഡ്. നിങ്ങളുടെ ഈ മനസ്സിനും നന്ദി, നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിനും. കാട്ടിലെ ചങ്ങാതിമാരുടെ കാഴ്ച വിരുന്നിന് ശേഷം പാവച്ചങ്ങാതിയുടെ വചന വിരുന്ന്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. ഓക്കെ ടിങ്കു, ഇന്ന് ഈ കൂട്ടുകാരോട് എന്ത് വിശേഷമാണ് നീ പറയാനായിട്ട് പോകുന്നത്? എനിക്ക് ഒരുപാട് വിശേഷം അറിയാനുണ്ട്. ആണോ? എന്ത് വിശേഷം പറയാനുള്ളത്? യേശു ചെയ്ത ആ. അത്ഭുതങ്ങളെക്കുറിച്ച്. ഓ, യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഇന്ന് ടിങ്കു നമ്മളോട് പറയാനായിട്ട് പോകുന്നത്. ആട്ടെ, എത്ര അത്ഭുതങ്ങൾ ചെയ്തെന്നറിയാമോ? എനിക്കറിയാം തന്നെ. ഓ, അത് ശരി. ഏതൊക്കെ അത്ഭുതങ്ങളാണെന്നറിയാമോ? എനിക്കറിയാം. എന്തൊക്കെയാ? രോഗികളെ സൗഖ്യമാക്കി. ആ, രോഗികളെ സൗഖ്യമാക്കി. പിന്നീട് എന്തൊക്കെയാ ചെയ്തത്? കണ്ണ് കാണാത്തവരെ കാഴ്ചയുള്ളവരാക്കി. ഓക്കെ, ശരി. പിന്നെ മരിച്ചവരെ ഉയർപ്പിച്ചു. മരിച്ച ആളുകളെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്താണെന്നറിയാമോ? എന്താണ്? അതറിയത്തില്ല? എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് ഓർത്തു നോക്കി. ഏതാണെന്ന് ഓർത്തു നോക്കിയേ. ഞാൻ നോക്കണ്ടേ? കിട്ടി കിട്ടി. എന്താ ആദ്യം ചെയ്തത്? എന്താ? കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്ത് വീഞ്ഞാക്കിയത്. പച്ചവെള്ളത്തിൽ വീഞ്ഞാക്കിയത് ശരിയാണ്. അപ്പോൾ ടിങ്കുവിന് അറിയാം അല്ലേ? അറിയാം. ഓക്കെ ഓക്കെ. അവിടെ എന്തുകൊണ്ടാണ് അത്ഭുതം നടന്നതെന്നറിയാമോ? അതറിയത്തില്ല. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശുവിനെയും ശിഷ്യന്മാരെയും ആ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു.
യേശുവിനെ ക്ഷണിച്ചുകൊണ്ടാണോ അങ്ങൾ? അതെ. അല്ലെങ്കിൽ ആ വീട്ടിലെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ കല്യാണത്തിന് ഏറ്റവും വിശേഷമായ ഒന്നാണ് വീഞ്ഞെന്ന് പറയുന്നത്. അതൊരു പാനീയമാണ്. അത് തീർന്നാൽ വളരെ മോശമായ ഒരഭിപ്രായമാണ് ആ വിവാഹത്തെക്കുറിച്ച് ആളുകൾ പറയുക. പക്ഷേ യേശുവിനെ അവിടെ ക്ഷണിച്ചതുകൊണ്ട് അവിടെ വലിയൊരു അത്ഭുതം നടന്നു. എന്തൊക്കെയാണ് നടന്നതെന്നറിയാമോ? എന്തൊക്കെയാണുള്ളത്? ഞാൻ പറഞ്ഞു തരാം. പ്രധാനമായും 3 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്താ അതങ്ങൾ? അവിടെ ഒരു ഉപയോഗമില്ലാത്ത, ആ സ്ഥാനത്ത് യാതൊരു പ്രയോജനമില്ലാത്ത ഒരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. പക്ഷേ ഉപയോഗമില്ലാത്തതിനെ ഉപയോഗമുള്ളതാക്കി മാറ്റി. അത് ശരിയാണ്. അതെ, നമ്മുടെ ജീവിതത്തിലും യേശുവിനെ ക്ഷണിച്ചാൽ നാം ഉപയോഗമില്ലാത്തവരാണെങ്കിൽ യേശു നമ്മെ ഉപയോഗമുള്ളവരാക്കി മാറ്റും. പിന്നെന്താ ഉണ്ടായത്? പിന്നെ ഉണ്ടായതോ? അത് ഞാൻ പറഞ്ഞു തരാം. അവിടെ ഈ വെള്ളത്തിന് എന്തെങ്കിലും കളറുണ്ടോ? ഇല്ല ഇല്ല. പക്ഷേ യേശു കർത്താവ് എന്ത് ചെയ്തു? അത്ഭുതത്തിലൂടെ അതിന് കളറായി. അതായത് ഒരു നിറവുമില്ലാത്തതിനെ നിറമുള്ളതാക്കി മാറ്റി. നമ്മുടെ ജീവിതവും വികൃതമായിരിക്കാം, മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ യേശു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മെ ദൈവത്തിന് ഉപയോഗപ്പെടുത്തും. മാത്രമല്ല, അവൻ നമ്മെ നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്. സക്കായിയുടെ കഥ കേട്ടിട്ടുണ്ടോ? സക്കായി ആരായിരുന്നു? ആളുകൾ ഇഷ്ടമില്ലാത്ത. അതെ, ആളുകൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾ. അദ്ദേഹം ചുങ്കം പിരിക്കുന്ന ആളായിരുന്നു. പക്ഷേ യേശു തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. മറ്റുള്ളവർ അവനെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങി. അതുപോലെ നമ്മുടെ ജീവിതവും നിറമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിറമുള്ള അവസ്ഥയിലേക്ക് യേശുവിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? യേശുവിനെ ക്ഷണിക്കണം. ഓക്കെ. അപ്പം ഒന്ന്, ഉപയോഗമില്ലാത്തത് ഉപയോഗമായി മാറി. നിറമില്ലാത്തത് നിറമുള്ളതായി മാറി. മൂന്നാമതായി, മധുരമില്ലാത്തത് മധുരമായി മാറി. അതെങ്ങനെയാണ്? അതെ, വീഞ്ഞിന് നല്ല മധുരമാണ്. പക്ഷെ വെള്ളത്തിന് പ്രത്യേകിച്ച് വല്ല മധുരമുണ്ടോ? ഇല്ല. അതെ, അപ്പം നമ്മുടെ ജീവിതം കയ്പിൻ്റെ അവസ്ഥയായിരുന്നു. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ എല്ലാം കയ്പിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ യേശു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ജീവിതം മധുരമുള്ളതായിട്ട് മാറും. ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് സകലവും പുതുതായി തീർന്നിരിക്കുന്നു. യേശുവിനെ ക്ഷണിച്ചാൽ മാത്രമേ ഈ അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നേടാനായിട്ട് സാധിക്കുള്ളൂ. എനിക്ക് മനസ്സിലായി. ഓക്കെ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതം ഉപയോഗമില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ? പേടിക്കണ്ട. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ജീവിതം ഉപയോഗമുള്ളതായി മാറും, നിറമുള്ളതായി മാറും. മാത്രമല്ല, മറ്റുള്ളവർക്ക് മധുരമുള്ളതായിട്ട് മാറും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ. കത്തുകളുടെ ലോകമാണിനി. ഇന്നൊരു പ്രത്യേകം ആവശ്യം അറിയിച്ചുള്ള ഒരു കത്തുണ്ട്, വായിക്കാം. പ്രിയപ്പെട്ട ജീസസ് കിഡ്സ്, ഞാൻ സ്ഥിരമായി ജീസസ് കിഡ്സ് കാണുന്നയാളാ. എനിക്കൊരാവശ്യമുണ്ട്. എൻ്റെ അനിയനെ പഠിപ്പിക്കാൻ കൊച്ചു കൊച്ചു ഗാനങ്ങൾ തരാമോ എന്ന് ആഗിന മേരി 7th ക്ലാസ്, നിർമ്മലഗിരി സ്കൂൾ, മുപ്പിളിയം, തൃശ്ശൂർ. ആഗിനയുടെ ആവശ്യങ്ങൾ നമുക്ക് പരിഗണിക്കാം. നിങ്ങൾക്കും കത്തുകൾ അയക്കാം. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്ത വാരം ഇതേ സമയം ഇതേ ദിവസം. ബൈ.